ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിനിപ്പോൾ നിരാശയാണ്. കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ എങ്ങും എത്തിയില്ല. വിരട്ടാനാണ് പ്രഖ്യാപിച്ചതെങ്കിലും വിരണ്ടു തുടങ്ങിയത് ട്രംപാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകൾ. കഴിഞ്ഞ ദിവസം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാനിരുന്ന വിമാനങ്ങളുടെയും യുദ്ധോപകരണങ്ങളുടെയും കരാർ നീട്ടിവെച്ചു, താൽക്കാലികമായി മരവിപ്പിച്ചു. അത് ഒപ്പിടാൻ പോകാനിരുന്ന നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ യാത്രയും നിർത്തി. ഇതിന് തൊട്ടു പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദിയെ വിളിച്ച് 1 മണിക്കൂറിലേറെ സംസാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പുടിൻ വിളിച്ചത് ചൈനീസ് പ്രസിഡന്റിനെയാണ്. അതിന് പിന്നാലെ ചൈനയുടെ പ്രസ്താവനയും എത്തി. ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് വിളിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ മൂവർ സഖ്യം വീണ്ടും ചേർന്നത്. ഇതിന് തൊട്ടു പിന്നാലെ അപകടം മണത്ത ട്രംപ്. കാരണം ഇത് നീട്ടിക്കൊണ്ടുപോയാൽ താൻ എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായിരിക്കും കാര്യങ്ങൾ. ബ്രിക്സ് രാജ്യങ്ങളെ ഐക്യപ്പെടുത്താൻ മാത്രമേ തൻ്റെ ഈ ഇപ്പോഴത്തെ താരിഫിന് കഴിയൂവെന്ന് അമേരിക്കയിൽ ബുദ്ധിയുള്ളവരെല്ലാം ട്രംപിനെ ഉപദേശിച്ചു തുടങ്ങി. ഇത് തിരിച്ചടിയാകുന്നത് ഭാവിയിൽ നമുക്കായിരിക്കുമെന്ന്. പിന്നെ ഒട്ടും മടിച്ചില്ല. ട്രംപിന്റെ പുതിയ പ്രസ്താവന എത്തി. ഇന്ത്യ തങ്ങളുടെ മികച്ച പങ്കാളികളാണെന്നും തങ്ങൾ അവരുമായി വ്യാപാര ചർച്ച തുടരും എന്നുകൂടിയാണ് അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇനി ഒരു ചർച്ചയും ഇന്ത്യയുമായിട്ട് ഇല്ല എന്നായിരുന്നു. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാക്കുകൾ മാറ്റി പറയാം, അതിലാർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ട്രംപിനെ കണ്ട് തുള്ളിയ ഇന്ത്യയിലെ ട്രംപ് ആരാധകർക്ക് അത് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. ഏതായാലും ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും ട്രംപിന് ഇപ്പോൾ ഒരു കാര്യത്തിൽ മാത്രമേ ഡിമാൻഡ് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ പാക് സംഘർഷം തീർക്കാൻ താനാണ് ഇടപെട്ടതെന്ന് തമാശയ്ക്കെങ്കിലും മോദി ഒന്ന് പറയണം. ഏതായാലും ഇന്ന് ട്രംപ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം താനാണ് നിർത്തിയതെന്ന്. കാരണം നോബൽ സമ്മാനമാണ് ട്രംപിന് മുഖ്യം. ന്യൂസ് ഡെസ്ക് മലയാളം.